തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. ചുമത്ര സ്വദേശി പ്രശോഭാണ് പിടിയിലായത്. റാന്നിയിൽ നിന്നാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. വിഷ്ണു വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഇനി എത്ര പേർ കൂടി പിടിയിലാവാനുണ്ട്? ആകെ 6 പേരാണ് സംഘത്തിലുള്ളത്. ഇനി 2 പേരുമാണ് പിടിയിലാകാനുള്ളത്. ഇന്ന് രാവിലെ ഒരു പ്രതിയെ കൂടി പോലീസ് പിടിയിലാക്കി. വോക്കർ എന്ന് വിളിക്കുന്ന പ്രശോഭനെയാണ് പോലീസ് പിടിയിലാക്കിയത്. റാന്നിയിൽ നിന്നാണ് പ്രത്യേക പോലീസ് സംഘം ഈ പ്രശോഭനെ കസ്റ്റഡിയിലെടുത്തത്. ആകെ 6 പേരുള്ള സംഘത്തിൽ ഇപ്പോൾ 4 പേർ പിടിയിലായിട്ടുണ്ട്. ഇനി 2 പേരുകൂടിയാണ് പിടിയിലാകാനുള്ളത്. ആ 2 പേർ സംസ്ഥാനം വിട്ട് എന്നാണ് പോലീസിന് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോലും അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ്. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഏതായാലും അന്വേഷണം പുരോഗതിയുടെ വഴിയിലേക്ക് തന്നെ പോവുകയാണ്. കാരണം സഹജീവനക്കാരിയുടെ ഉൾപ്പെടെ മൊഴി ശേഖരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സഹജീവനക്കാരി ഈ പറയുന്ന കേസ്, ഈ കൂട്ട ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ഒത്താശ ചെയ്തു എന്ന് ഈ പറയുന്ന യുവതി മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹജീവനക്കാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മൊഴി രേഖപ്പെടുത്തും. ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ സഹജീവനക്കാരിക്ക് കൊട്ടേഷൻ ടീമുമായി ഉണ്ടോ എന്ന് തക്ക വിധത്തിലുള്ള അന്വേഷണമായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. മാത്രമല്ല, പോലീസ് ഏതെങ്കിലും തരത്തിൽ ഈ കേസ് ഇല്ലാതാക്കാൻ ശ്രമിച്ചോ എന്നുള്ള ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. ആ ആരോപണത്തിന് ഏതെങ്കിലും പ്രത്യാവസ്ഥയുണ്ടോ എന്ന തരത്തിലും അന്വേഷണമുണ്ട്. ഏതായാലും പഴുതടത്തുള്ള അന്വേഷണം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇപ്പോൾ 4ാം പ്രതി പ്രസവവും പോലീസിന്റെ പിടിയിലാവുന്നത്.